വിഷുവിന് കണി കണ്ടുണരാൻ കണിക്കൊന്നയ്ക്കൊപ്പം പ്രഥമ സ്ഥാനത്താണ് കണിവെള്ളരിയും. നല്ല തുടുത്ത ചേലത്ത സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരികൾക്ക് ഓരോ വിഷുക്കാലം എത്തുമ്പോഴും വലിയ ഡിമാൻഡാണുള്ളത്. ഇത്തവണ മലബാറിലെ വിഷുക്കണിക്ക് പെരുവയൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വിളഞ്ഞ കടും മഞ്ഞ നിറത്തിലുള്ള കണിവെള്ളരികൾക്ക് തന്നെയാണ് മുഖ്യസ്ഥാനം. കാർഷിക ഗ്രാമമായ ചെറുകുളത്തൂരിലെ കിഴക്കുംപാടത്താണ് കണിവെള്ളരികൾ കൃഷിയിറക്കിയത്. കൃഷിഭവന് കീഴിൽ കാർഷിക കൂട്ടായ്മകൾ രൂപീകരിച്ചാണ് ഇവിടെ കൃഷി നടത്തുന്നത്. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ അല്പം നഷ്ടങ്ങളൊക്കെ കർഷകർക്കുണ്ടായെങ്കിലും പെരുവയലിലെ മിക്ക വയലുകളിലും കണിവെള്ളരിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. കളറ് ആവുന്നതനുസരിച്ച് പറിച്ചിട്ട് കൊണ്ടുവരാണ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഇറക്കിയെടുക്കുക. ഇത് കൊണ്ടുവന്ന് ഒന്ന് വൃത്തിയാക്കി കഴുകി ഇട്ടാണ് കൊടുക്കുക. പല സ്ഥലങ്ങളിലും കാലാവസ്ഥയുടെ പ്രയാസം ഉണ്ടായതുകൊണ്ട് സാധനം കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് നല്ല ഇതാണുള്ളത്. നല്ലോണം കായ ഉണ്ടായിട്ടുണ്ട്. വിഷുവിന് 2 ആഴ്ച മുൻപ് തന്നെ കണിവെള്ളരിക്ക് വലിയ ഡിമാൻഡാണ്. നിലവിൽ കണിവെള്ളരിയുടെ നിറത്തിനും വലിപ്പത്തിനുമനുസരിച്ച് 40 മുതൽ 60 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ പ്രാദേശിക വിപണികളാണ് കണിവെള്ളരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആവശ്യക്കാർ തോട്ടത്തിൽ നേരത്തെ തന്നെ എത്തി ബുക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇതും കർഷകർക്ക് ഏറെ ഗുണപ്രദമാണ്. ഈ പ്രാവശ്യം നല്ല ഡിമാൻഡാണ് കാണുന്നത്. കച്ചവടക്കാരങ്ങനെ ഓടി നടക്കുന്നുണ്ട്. നമ്മളെ വിളിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊടുക്കാൻ. കഴിഞ്ഞ വർഷമൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന കുറേ ആളുകളുണ്ട്. അവരും ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ കയറ്റി അയക്കാൻ പല സ്ഥലത്തും വിളിച്ച് പറയുന്നുണ്ട്. ഡിമാൻഡാണ് ഈ വർഷം കാണുന്നത്. ഓരോ വർഷവും വയലുകൾ ഓരോന്ന് ചെമ്മണ്ണ് വീണ് ഇല്ലാതാകുമ്പോഴും പെരുവയലിലെ പാരമ്പര്യ കർഷകർ വരും തലമുറയ്ക്ക് വേണ്ടി കൃഷിയെയും വയലുകളെയും കാത്തു സൂക്ഷിക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.